വാഴക്കാട് വട്ടപ്പാറയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കൊണ്ടോട്ടി ACP കാർത്തിക് B.IPSന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതായി മലപ്പുറം SP വിശ്വനാഥ് IPS അറിയിച്ചു. ബുധനാഴ്ച രാവിലെ വാഴക്കാട് വട്ടപ്പാറ പരിസര പ്രദേശത്തെ ജനകീയ തിരച്ചിലിന് തീരുമാനം. വാഴക്കാട് പഞ്ചായത്തിലെ വട്ടപ്പാറ കുഴിമ്പാട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആസാം സ്വദേശിനി സജിത കാത്തൂരിന്റെ 12 വയസ്സുള്ള മകനെയാണ് ഡിസംബർ 12-ാം തീയതി രാവിലെ കാണാതായത്. തുടർന്ന് 18-ാം തീയതിയാണ് കുടുംബം വാഴക്കാട് പോലീസിൽ പരാതി നൽകിയത്. കുട്ടി നടന്നു പോകുന്നതോ മറ്റ് യാതൊരു രീതിയിലുള്ള CCTV ദൃശ്യങ്ങളോ മറ്റ് വിവരങ്ങളോ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അന്വേഷണം ഊർജിതപ്പെടുത്താൻ കൊണ്ടോട്ടി ACP കാർത്തിക് B.IPSന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി മലപ്പുറം SP വിശ്വനാഥ് IPS അറിയിച്ചു. പ്രാദേശികമായി കുട്ടിയെ കണ്ടെത്താനുള്ള ഊർജിത തിരച്ചിൽ നടത്താനും തീരുമാനിച്ചു. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ മലപ്പുറം SP ഇന്ന് വാഴക്കാടെത്തി. കഴിഞ്ഞ 12-ാം തീയതി ഡിസംബർ 12-ാം തീയതി വാഴക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മിസ്സായിട്ടുള്ള അസാം സ്വദേശിയായിട്ടുള്ള സജറുൾ എന്ന കുട്ടി, 12 വയസ്സുകാരനായിട്ടുള്ള കുട്ടിയുടെ മിസ്സിംഗ് കേസിൻ്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താനാണ് ഞാനിവിടെ വന്നത്. ഇത് ഏതാണ്ട് 8 ദിവസത്തോളം വൈകിയാണ് ഈ കുട്ടി മിസ്സിംഗ് ആയിട്ടുള്ള വിവരം കുട്ടിയുടെ അമ്മയും അമ്മയോടൊപ്പമുള്ള വ്യക്തിയും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിൽ അന്വേഷണം ആരംഭിച്ചു. അതിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ASP കൊണ്ടോട്ടി ശ്രീ കാർത്തിക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും കൂടാതെ കുട്ടി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കുട്ടിയുടെ റിലേറ്റീവ്സ് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചും മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും അതുപോലെ അവരുടെ താമസ സ്ഥലങ്ങളും എല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരേക്കും നമുക്ക് കുട്ടിയിലേക്ക് എത്താനായിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് അന്വേഷണത്തിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. കുട്ടി ഒരു കാഷ്വൽ ലേബർ, ഇവർ ഫാമിലി എന്ന് പറയുന്ന ഒരു കാഷ്വൽ ലേബർ, ഒരു സ്ക്രാപ്പ് കാഷ്വൽ ലേബർ ഫാമിലിയിൽ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലാണ്. കുട്ടിയും ഇടയ്ക്കിടെ അവരോടൊപ്പം പോയി ജോലി ചെയ്യാറുണ്ടെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ജോലിക്കോ മറ്റോ കയറാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കുട്ടി ഇതിനു മുന്നേ കുട്ടിയുടെ ബ്രദർ കോയമ്പത്തൂർ ഉണ്ടായിരുന്നു, അവിടെ പോയതായിട്ടാണ്. അവിടെ നമ്മൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്, അവിടെ എത്തിയിട്ടില്ല. ഇതിനു മുന്നേ തൃശ്ശൂർ കുറച്ചു കാലം ഫാമിലിയോടൊപ്പം അമ്മയോടൊപ്പം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെയും നമ്മൾ അന്വേഷണം ടീം അന്വേഷിച്ചിരുന്നു, അവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും തലത്തിൽ ഒരു ജോലിയിലോ മറ്റോ ഏർപ്പെടാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ള ജാഗ്രതയും ഞങ്ങൾ ഈ അന്വേഷണത്തിൽ പുലർത്തിയിട്ടുണ്ട്. ആ കുട്ടി അമ്മയായിട്ടുള്ളൊരു വഴക്കിൻ്റെ പുറത്ത് തന്നെയാണ് പോയിട്ടുണ്ടാവാൻ സാധ്യത എന്ന് അമ്മ പറയുന്നു. അപ്പം ഈ ഘട്ടത്തിൽ നമുക്കത് പരിപൂർണമായിട്ടും അങ്ങനെ പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വെളിവായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ വട്ടപ്പാറ പരിസര പ്രദേശത്തെ എല്ലാ പരിസര പ്രദേശവും അരിച്ചുപെറുക്കി പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനായി സന്നദ്ധ വളണ്ടിയർമാരുടെ സേവനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്വേഷണം ഊർജിതമാക്കുന്നുണ്ട്. ഒരു മാസീവായിട്ടുള്ള ഒരു സെർച്ച് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ പരമാവധി നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി കുട്ടി മിസ്സിംഗ് ആയിട്ടുള്ള സ്ഥലത്തും അതിന് ചുറ്റുവട്ടത്തുള്ള ഏരിയകളും പൂർണ്ണമായിട്ട് പരിശോധിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കൂടാതെ ഈ കുട്ടി പോയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ബസ് സ്റ്റാൻഡുകളും അല്ലെങ്കിൽ ആസാമിലോട്ട് തിരിച്ചു പോകാൻ സാധ്യതയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം വിപുലീകരിക്കുന്നുണ്ട്. ഓൾറെഡി തൊട്ടടുത്തുള്ള സ്റ്റേഷനുകളെല്ലാം പരിശോധിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ തലങ്ങളിലേക്ക് അത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് കൂടാതെ നമ്മൾ നമ്മുടെ നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ കുട്ടിയുടെ ഫോട്ടോഗ്രാഫും ഡീറ്റെയിൽസും ഈ വാർത്തയോടൊപ്പം തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ദയവ് ചെയ്ത് സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് ഭാഷകളിലുള്ള അസാമീസിലും ബംഗാളിയിലും ഒക്കെ ഉള്ള ഇതിൻ്റെ വാർത്ത ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതും പരമാവധി അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഗ്രൂപ്പുകളിലേക്കും സ്റ്റേഷനുകളിലേക്കും മറ്റും ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വാഴക്കാട് പോലീസും TDRF വളണ്ടിയർമാരും സംയുക്തമായി ഇവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. കുട്ടിയുടെ അമ്മയുടെ അടുത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. പരിസര പ്രദേശത്തെ CCTV അടക്കം പരിശോധിച്ചെങ്കിലും യാതൊരുവിധ തെളിവുകളും ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. കുട്ടിക്ക് വല്ല അപകടവും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ ജനകീയ തിരച്ചിലിനൊരുങ്ങുകയാണ് വാഴക്കാട് പോലീസ്.
ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.